ചോരപ്പൊന്നും കാണാനൊന്നും മനുഷ്യനെ പറഞ്ഞു പേടിപ്പിക്കാൻ വേണ്ടിട്ട് നേരം മുഴുകുമ്പോ വൈകുന്നേരം വരെ സൈക്കിളോട്ടിന് എന്നോടാ കൊളസ്ട്രോൾ പറയണം. ഇവര് പറഞ്ഞനുസരിച്ച് ഇപ്പൊ എന്ന് തട്ടി പോയായിരുന്നു ഞാൻ. എവിടെ അടുത്ത് എടുക്കണ്ടെങ്കിൽ എടുക്കുക വിഷമട്ടോ ചെയ്യാ. ഓ വന്ന് വന്ന് ചുട്ട പപ്പടം. എന്താ അതിന് പനിയുണ്ടാ? ഇത് സ്പെഷ്യലാ. എന്ത് സ്പെഷ്യല്? ഇക്കാര് ഡോക്ടർ പറഞ്ഞ് കേട്ടില്ലേ? എന്ത് ഡോക്ടർ പറഞ്ഞു? അല്ല കൊളസ്ട്രോൾ ഉണ്ട്, മരുന്നൊന്നും കഴിക്കണ്ട, എന്നാലും വ്യായാമം ചെയ്യണം, ഫുഡ് ഇച്ചിരി കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? എന്റെ പോത്താർക്ക് വല്ല പ്രാന്തുണ്ടോ? അതൊരു 240 കൊളസ്ട്രോൾ ഉണ്ട്. അതിനടുപ്പിച്ച് പറഞ്ഞേ അതിന് ഇങ്ങനൊന്നും വേണ്ട. ഭക്ഷണം സാധാരണ ഇപ്പൊ നമ്മള് ഒറ്റ പാത്രം കഴിക്കണത് അത്ര വേണ്ട, ഒന്ന് കുറയ്ക്കണം. അതാണ് അങ്ങനെ മതി. അതിപ്പോ രാവിലെ ഉച്ചക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാ ഞാൻ തരൂ, പക്ഷെ രാത്രിയിൽ ഇനി ഇത് കഴിച്ചാ മതി. അതുണ്ടല്ലോ ജെസ്സി പ്രത്യേകം എന്തോ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞെന്നാണ് കൊളസ്ട്രോൾ കളയാനുള്ളത്. ഓൾക്ക് ഒന്നാമത്തെ മരുന്നിന്റെ അത് പറയുന്നത് ഇത്തിരി കൂടുതലാ. അത് കഴിച്ചോളി ഇത് കഴിച്ചോളി. അതെ ബീഫ് റോസ്റ്റിംഗ് ബീഫ് ഒന്നും ഇപ്പൊ തരൂല. നിങ്ങൾ പറയണ കേക്ക് ഉച്ചക്ക് പറഞ്ഞല്ലേ രാത്രിയിലേക്ക് കൂടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് തന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് നാളെ തരൂ, ഞാൻ അടുത്ത് വെച്ചിക്കല്ലേ. ഇതിപ്പോ എന്താ പറയാ, കഞ്ഞിയുണ്ട്, അതിൽ നോക്കങ്ങട്ട് ഇതിലിതാ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ വെളുത്തുള്ളിന്റെ അല്ലിങ്ങനെ കടിച്ച് തിന്നണം. ഇതിന്റെ മണം കേൾക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണ്. അതിപ്പോ നിങ്ങളൊന്ന് കഷായൊക്കെ കുടിക്കണവർ അങ്ങ് മൂക്കടച്ചിട്ടുണ്ട്. അതിന്റെ അനക്ക് വല്ല അനക്ക് തലക്കെന്തോ പ്രാന്താണെന്നൊക്കെ തോന്നിട്ടോ. ആ ഡോക്ടർ പറഞ്ഞു കേട്ടോ, അവർക്കൊക്കെ മരുന്ന് ചെലവാക്കാൻ വേണ്ടിട്ട് കണ്ണി കണ്ട വർത്താനം പറഞ്ഞു. അങ്ങനെ മരുന്നൊന്നും ഒരു തന്നില്ലല്ലോ. നിങ്ങൾ ഇത് കഴിച്ചാ മതി. രാവിലെ ഉച്ചക്ക് എന്താ വെച്ചാ തരൂ, രാത്രി ഇനി മുതൽ ഇതേ തരൂ. ഇതിപ്പോ 5-ാം മണി വന്നൊരു കൊടുക്കണ മാതിരിയല്ലേ ചുട്ട പപ്പടും. തമാശ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എന്ത് ഇഷ്ടം? എന്നോടുള്ള ഇഷ്ടം വയറ് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്ന് ഇതിപ്പോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിട്ടല്ലേ. നോക്ക് എന്റെ ആരോഗ്യം നോക്ക. എന്റെ ശരീരത്തിൽ ഇപ്പൊ എത്ര കൊളസ്ട്രോൾ ഉണ്ടാവിച്ചിട്ടോ ഈ ചെക്ക് ചെയ്തോ? എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവൂല. എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കിപ്പോ 250 അല്ല 420 ഉണ്ടാവും. എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത് എന്റെ വാപ്പാക്കൊന്നും പാരമ്പര്യമായിട്ട് കൊളസ്ട്രോളേ ഇല്ല. ഇത് പാരമ്പര്യം നോക്കിയിട്ടൊന്നല്ല കൊളസ്ട്രോൾ വരുന്നത്. അത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ രീതിയും പിന്നെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്റെ വാപ്പ എങ്ങനെ മരിച്ചത്? അറ്റാക്ക് ആയിട്ടല്ലേ? അറ്റാക്കിന്റെ പ്രധാന സംഭവം കൊളസ്ട്രോൾ ആണ്. പിന്നെ അങ്ങനെയൊന്നുമില്ല. നിന്റെ വാപ്പ വെറുതെ നിന്നപ്പോ ഒരു നെഞ്ചുവേന ഒന്ന്, അത്രേ ഉള്ളൂ. അതെന്തായാലും അറ്റാക്ക് എന്ന് പറഞ്ഞാല് ആൾക്കാര് കേൾക്കാഞ്ഞാ മതി. നിങ്ങൾ ഇന്നെ തോപ്പിക്കണ്ട, അവിടെ നിന്ന് കഴിക്കും.